ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അതായത് ലോകത്തിന്റെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ആർക്കും സമാധാനം നൽകുന്നതല്ല. യുദ്ധം ഒരിക്കലും നല്ലതുമല്ല. നമ്മൾ പണ്ട് കാലങ്ങൾക്കൊക്കെ സ്പോർട്സ് വരുമ്പം സ്പോർട്സിലെ റിസൾട്ട് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷനിലെ റിസൾട്ട് അറിയാൻ വേണ്ടി മാത്രം യൂട്യൂബ് അല്ലെങ്കിൽ ന്യൂസ് ചാനലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇന്ന് നമ്മളെ കണ്ണിലേക്ക് കാണുന്നത് എന്തെന്ന് വെച്ചാൽ, യുദ്ധത്തിൽ എത്ര പേര് കൊലപ്പെട്ടിട്ടുണ്ട്, എവിടെയൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. ഫലസ്തീനിൽ 50,000-ൽ 16,000 പേര് കുഞ്ഞുങ്ങൾ വംശഹത്യ നടത്തിയപ്പം പല രാജ്യങ്ങളും കാണുകയോ, അറബ് രാജ്യങ്ങളിലെ കൺട്രികൾ, അറബ് കൺട്രികൾ ഒരിക്കൽ പോലും അതിലേക്ക് സംസാരിക്കുകയോ അത് കണ്ട ഭാവം നടിക്കുകയോ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇസ്രായേലിന് കിട്ടിയപ്പം ഇസ്രായേലാണ് ഫസ്റ്റായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത് ഇറാനിലേക്ക് ഉള്ള ഈ യുദ്ധം. മിസൈലുകളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും സ്റ്റാർട്ടിങ് തുടക്കം കുറിച്ചത് ഇസ്രായേലാണ്. അപ്പോൾ ഒടുക്കം ഇപ്പോൾ ഇസ്രായേലിന് കിട്ടി തുടങ്ങിയപ്പം അതിൻ്റെ ഇടയിൽ സർവ്വസാധാരണ ഫലസ്തീനിലേക്കിടുന്ന ബോംബിനേക്കാൾ എത്രയോ പതിമടങ്ങാണ് അമേരിക്ക ഇറാനിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്, 3 തവണ. അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് ഇസ്രായേലിന് ഇങ്ങനെ സംഭവിക്കുമ്പം ഇസ്രായേലിന് വേണ്ടി അമേരിക്ക വന്നു യുദ്ധം നിർത്താൻ വേണ്ടി പറയുന്നു. എന്തുകൊണ്ടാണ് അമേരിക്കയെ പോലുള്ള, അല്ലെങ്കിൽ പല അറബ് രാജ്യങ്ങളിൽപ്പെട്ട സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഖത്തറാണെങ്കിലും ഇവരെന്തുകൊണ്ട് ഫലസ്തീനിൽ വംശഹത്യ നടത്തുമ്പം അവർക്കെതിരെ, ഇസ്രായേലിനെതിരെ ശബ്ദിച്ചില്ല? അപ്പം എന്തുകൊണ്ടാണെങ്കിലും ഇസ്രായേലിനെ തിരിച്ചടിച്ചത് ഈ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ കാര്യമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഭക്ഷണമില്ലാതെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഫലസ്തീനിലെ ജനങ്ങൾ, ഗസയിലെ ജനങ്ങൾ അവിടെ ഇപ്പം ഉള്ള സാഹചര്യത്തിൽ. അപ്പം അവർക്കൊരു ആശ്വാസമായിട്ടാണ് ഇപ്പം ഇറാൻ്റെ ഈ തിരിച്ചടി. യുദ്ധം, വീണ്ടും ഒരിക്കൽ കൂടെ പറയാണ്, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇപ്പൊ ലോകത്തിന്റെ സമാധാനവും ശാന്തിയും എല്ലാം നഷ്ടപ്പെടുത്തുന്നത് ഈ യുദ്ധമാണ്. യുദ്ധം ഒരിക്കലും നല്ലതല്ല. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ മാക്സിമം പ്രാർത്ഥിക്കുക. കാരണം എന്താ വെച്ചാൽ, നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ബോംബ് മറ്റുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ഭവിഷ്യത്തുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ, ലൈവാണെങ്കിലും മീഡിയക്കാർക്ക് ഇതൊരു ചാകര കിട്ടിയ പോലെയാണ്. ലൈവാണെങ്കിലും പല ഫേക്ക് ന്യൂസുകളാണെങ്കിലും ഇതൊരു സന്തോഷം, അവർക്ക് നിധി കിട്ടിയ പോലെയാണ് ഇപ്പം നടക്കുന്ന വാറുകളൊക്കെ. നമുക്ക് ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ പ്രാർത്ഥിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക. എന്താ വെച്ചാൽ, ഈ ഒരു യുദ്ധം ഒന്നിനുമല്ല. പിന്നെ ഫലസ്തീന് ഈ ഒരു യുദ്ധം കൊണ്ട്, ഇസ്രായേൽ ആൻഡ് ഇറാൻ ഈ ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന്, ഗാസക്ക് സ്വാതന്ത്ര്യം കിട്ടട്ടെ, ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടെ പറയാണ്. അപ്പം നമുക്കും ഇതിങ്ങനെ ന്യൂസ് കാണുമ്പോൾ നമുക്കും ഇങ്ങനെ വല്ലാണ്ട് ടെൻഷൻ തോന്നി. അപ്പം ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.